ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ജൂലൈ മാസം 17-ാം തീയതി മലയാളികളുടെ ഏറ്റവും പുണ്യമായ കർക്കിടക മാസം തുടങ്ങുകയാണ്. മലയാളികൾ ഈ കർക്കിടക മാസം രാമായണ മാസമായിട്ടാണ് ആചരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും. നമ്മൾ മാധവത്തിലൂടെ കഴിഞ്ഞ വർഷത്തെ പോലെ കർക്കിടകം 1 മുതൽ രാമായണം കഥാരൂപത്തിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷവും നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. എല്ലാവർക്കും അത് വളരെയധികം ഉപകാരമായി എന്ന് പറയുകയും ചെയ്തു. ഈ ഒരു മാസം മുഴുവനും ശ്രീരാമചന്ദ്രൻ്റെ കഥകൾ കേൾക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമാണ് എന്ന് ഓർക്കുക. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, വാൽമീകിയാണ് രാമായണം എഴുതിയത്. വാൽമീകി എഴുതിയ രാമായണത്തെ ഓരോ ദേശത്തും ഓരോ ഗ്രന്ഥകർത്താക്കൾ അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. വിവർത്തനം ചെയ്തപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വരികയും ചെയ്തു എന്നുള്ളത് പ്രത്യേകമായി നിങ്ങൾ ഓർക്കുക. കേരളത്തിൽ കൂടുതലായും നമ്മൾ അധ്യാത്മരാമായണമാണ് പാരായണം ചെയ്യുന്നത്. എന്നാൽ തുളസീദാസ രാമായണമുണ്ട്, കമ്പരാമായണമുണ്ട്, കൃത്തിവാസ രാമായണമുണ്ട്, വാൽമീകി രാമായണമുണ്ട്. അങ്ങനെ ധാരാളം രാമായണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ രാമായണങ്ങളിലും ചില കഥാസന്ദർഭങ്ങളിലും ചില പേരുകളിലുമൊക്കെ തന്നെ വ്യത്യാസങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് ബ്രഹ്മാവ് കൃത്തിവാസ രാമായണത്തിൽ പറയുന്നു, ബ്രഹ്മാവാണ് വാൽമീകിയുടെ അതായത് രത്നാകരൻ്റെ അടുത്തു ചെന്നിട്ട് നീ ചെയ്ത പാപം ആരെങ്കിലും ഏൽക്കുമോ എന്ന് ചോദിച്ചത്. എന്നാൽ അധ്യാത്മരാമായണത്തിൽ അത് നാരദനാണ് എന്നാണ് പറയുന്നത്. മറ്റു ചിലർ പറയുന്നു സപ്തർഷികളാണ് പറഞ്ഞതെന്ന്. ആര് പറഞ്ഞാലും രത്നാകരനോട് ഇങ്ങനെ ചോദിച്ചു എന്നുള്ള കാര്യം മാത്രം നമുക്കറിയാം. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഓരോ പുസ്തകങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഞാൻ കഥ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന ചില പേരുകളായിരിക്കില്ല ഞാൻ പറയുന്നത്. അതിന് കാരണം ഓരോ പുസ്തകങ്ങളിലുള്ള വ്യത്യാസമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അധ്യാത്മരാമായണവും കൃത്തിവാസ രാമായണവും എൻ്റെ കയ്യിലുണ്ട്. ആ 2 പുസ്തകങ്ങളും കൂടി നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചില പേരുകളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് രത്നാകരനെ കാണാനായിട്ട് വന്നത്, അതായത് രത്നാകരൻ കൊള്ളയടിക്കാനായിട്ട് ചെന്നത് സപ്തർഷികളുടെ അടുത്താണ് എന്നാണ് കേട്ടിരിക്കുന്നത്. പിന്നീട് പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അത് നാരദനാണ് എന്ന് മനസ്സിലാക്കുന്നു. മറ്റു ചില പുസ്തകങ്ങൾ വായിച്ചപ്പോൾ, കൃത്തിവാസ രാമായണം പോലുള്ള പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അത് ബ്രഹ്മദേവനാണ് എന്നും മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിലെല്ലാം പൊതുവായി കാണുന്നത് രാമായണം എഴുതാനായിട്ട് വാൽമീകിയോട് പറഞ്ഞത്, രാമായണം എഴുതൂ എന്ന് പറഞ്ഞിട്ട് ആ കഥ പറഞ്ഞു കൊടുക്കുന്നത് നാരദനാണ് എന്നും കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വ്യത്യാസങ്ങൾ പല പുസ്തകങ്ങളിലുമുണ്ട്. അതനുസരിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ രീതി നിങ്ങൾ മനസ്സിലാക്കുക. എങ്കിലും ഇങ്ങനെയും ചില മാറ്റങ്ങൾ പല പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ സാധാരണയായിട്ട് അധ്യാത്മരാമായണം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ അധ്യായം എന്താണ്? ബാലകാണ്ഡമാണ്. അവിടെയാണ് സർവേശ്വരൻ്റെ അവതാരത്തെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നത്. കർക്കിടകം 1-ാം തീയതി മുതൽ നമുക്ക് ബാലകാണ്ഡം ആദ്യത്തെ അധ്യായം അത് മുതൽ നമുക്ക് പറഞ്ഞു പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ ബാലകാണ്ഡത്തിനു മുമ്പ് ഒരു കാണ്ഡമുണ്ട്. അതെന്താണെന്നറിയാമോ? ആദികാണ്ഡം.
അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാരണം എങ്ങനെയാണ് സർവേശ്വരൻ ഇങ്ങനെ അവതരിക്കാൻ തീരുമാനിച്ചത്? എന്താണ് അതിന് കാരണം? വൈകുണ്ഠത്തിലുണ്ടായ ചില സംഭവ വികാസങ്ങൾ, ആ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ദിവസം ഇങ്ങനെ അവതരിക്കുകയല്ലല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ നടന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ കഥാഭാഗം വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, ക്ഷമയോടുകൂടി ഇരുന്ന് കേൾക്കണം. കഥയിലേക്ക് നമുക്ക് പോകാം. നാരായണമൂർത്തി ലക്ഷ്മി ദേവിയോടൊത്ത് വസിക്കുന്ന ഗോലോക വൈകുണ്ഠമാണ് എല്ലാ ലോകങ്ങൾക്കും മുകളിലുള്ളത്. ആശിച്ചതെല്ലാം നൽകുന്ന അത്ഭുത വൃക്ഷമാണ് കൽപ്പതരു. ആ വൃക്ഷം വൈകുണ്ഠത്തിലാണ് ഉള്ളത്. രാവും പകലും സൂര്യചന്ദ്രന്മാരുടെ പ്രകാശമാണ് വൈകുണ്ഠത്തിൽ ഉള്ളത്. അവിടെയാണ് സർവേശ്വരൻ വീരാസനത്തിൽ ഇരിക്കുന്നത്. അങ്ങനെ സർവേശ്വരൻ വൈകുണ്ഠത്തിൽ വീരാസനത്തിൽ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചൈതന്യം നാലായി വിളങ്ങട്ടെ എന്ന് സർവേശ്വരൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നാരായണമൂർത്തി 4 രൂപങ്ങളായി വിളങ്ങി. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിങ്ങനെയാണ് ആ 4 രൂപങ്ങൾ. ലക്ഷ്മി ദേവി സീതാദേവിയായി ഇടതുവശത്ത് ഇരിക്കുന്നു. ലക്ഷ്മണൻ പൊന്നിൻ കുട പിടിച്ചിരിക്കുന്നു. ഭരതനും ശത്രുഘ്നനും ചാമരം വീശുന്നു. നാരായണൻ വീരാസനത്തിലിരിക്കുകയാണ്. ഹനുമാൻ 2 കൈയും കൂപ്പി ഭഗവാനെ സ്തുതിക്കുന്നു. ഇങ്ങനെ ശ്രീനാരായണൻ ഇരിക്കുന്ന, അവതരിച്ചിരിക്കുന്ന ഈ രൂപത്തിലിരിക്കുന്ന സമയത്താണ് വൈകുണ്ഠത്തിലേക്ക് മുനിശ്രേഷ്ഠനായ നാരദമുനി എത്തിച്ചേരുന്നത്. അദ്ദേഹം ഭഗവാന്റെ ഗാഥകൾ പാടി ഭഗവാനെ പ്രസാദിപ്പിച്ചു. പ്രഭു പ്രസാദിച്ചു. നാരായണമൂർത്തിയുടെ ഇത്തരത്തിലുള്ള രൂപം കണ്ടിട്ട് നാരദന് സന്തോഷം തോന്നുകയും അദ്ദേഹം ആനന്ദ കണ്ണുനീർ വാർക്കുകയും ചെയ്തു. അങ്ങനെ നാരദൻ്റെ ആനന്ദ കണ്ണുനീരാൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രവും ഉത്തരീയവും നനഞ്ഞു എന്നാണ് പറയുന്നത്. നാരായണൻ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു ദിവ്യരൂപം എടുത്തത് എന്ന് നാരദൻ ആലോചിച്ചു. ഭൂതവും ഭാവിയും വർത്തമാനവും അറിയാവുന്ന ഒരാളാണല്ലോ ബ്രഹ്മദേവൻ. അദ്ദേഹത്തെ കാണാം എന്നു കരുതിയിട്ട് നാരദൻ ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേർന്ന നാരദൻ വൈകുണ്ഠത്തിൽ നാരായണമൂർത്തി ഇങ്ങനെയൊരു അവതാരം എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പൊരുൾ എന്താണ് എന്നറിയുന്നതിനായിട്ട് ബ്രഹ്മദേവൻ നാരദനെയും കൂട്ടി കൈലാസത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ 2 പേരും കൈലാസത്തിലെത്തിച്ചേർന്നു. മഹേശ്വരനെയും ശ്രീ പാർവതിയെയും 2 പേരും വന്ദിച്ചു. 2 പേരെയും കണ്ട മഹാദേവനും ശ്രീ പാർവതിക്കും വളരെയധികം സന്തോഷമാവുകയും ചെയ്തു. അവരോട് മഹേശ്വരൻ ചോദിച്ചു, ഹേ നാരദ, ഹേ ബ്രഹ്മദേവ, രണ്ടാളും വളരെ സന്തോഷത്തിലാണല്ലോ, എന്താണ് വിശേഷിച്ച്? ഇങ്ങനെ ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറയുകയാണ്, മഹാദേവ, നാരായണൻ ഗോലോകത്തിൽ 4 മൂർത്തികളായി വിളങ്ങുന്നത് കണ്ടു. എന്താണ് അതിന് കാരണം? ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മഹേശ്വരൻ പറയുകയാണ്, അതെ, നാരായണൻ 4 രൂപത്തിൽ വിളങ്ങാൻ പോകുന്നു. 60,000 വർഷം അങ്ങനെ നാരായണൻ ഭൂമിയിൽ വാഴുകയും ചെയ്യും.
രാവണൻ എന്ന രാക്ഷസൻ ഭൂമണ്ഡലത്തിൽ പിറക്കും. അവനെ വധിക്കുവാൻ പ്രഭുവും എത്തിച്ചേരും. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ 4 പേരായി ഏകനായ നാരായണൻ ദശരഥൻ്റെ ഭവനത്തിൽ ജനിക്കും. 3 ഗർഭത്തിൽ നിന്നാണ് 4 പേർ പിറക്കുന്നത്. അച്ഛൻ്റെ വാക്കു പാലിക്കാൻ ലക്ഷ്മണനെയും കൂട്ടി ജാനകിയോടൊത്ത് ശ്രീരാമൻ വനത്തിലേക്ക് പോകും. സീതാദേവിയെ വീണ്ടെടുക്കുവാൻ രാമൻ രാവണനെ വധിക്കും. സീതാപുത്രന്മാരായി ലവനും കുശനും ജനിക്കും. മനുഷ്യർ ഗോഹത്യാദി പാപങ്ങൾ ചെയ്താലും രാമനാമം ഒരിക്കൽ ജപിച്ചാൽ എല്ലാ പാപങ്ങളും തീരുകയും ചെയ്യും. ബ്രഹ്മൻ രാമനാമം ജപിച്ചാൽ തീരുന്ന അത്ര പാപം ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. മഹാപാപിക്കു പോലും രാമനാമം കൊണ്ട് സംസാര സമുദ്രത്തെ പശുക്കിടാവിൻ്റെ കുളമ്പ് പതിഞ്ഞുണ്ടായ കുഴി പോലെ കടക്കുവാൻ സാധിക്കും. മഹേശ്വരൻ്റെ ഇപ്രകാരമുള്ള അരുളപ്പാട് കേട്ടപ്പോൾ വിധാതാവ് ചെറുപുഞ്ചിരിയോടുകൂടി ചോദിക്കുകയാണ്, അല്ലയോ മഹേശ്വര, ഭൂമിയിൽ അത്രമാത്രം പാപം ചെയ്ത ഒരാളുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ മഹേശ്വരൻ പറയുകയാണ്, മധ്യമപദത്തിൽ അങ്ങനെയൊരു ആളുണ്ട്. നിങ്ങൾ ചെന്ന് അവന് രാമനാമം നൽകിയാലും. അത് കേട്ടപ്പോൾ ബ്രഹ്മദേവനും നാരദരും ദിവ്യദൃഷ്ടിയാൽ പരതുകയാണ്, ആരായിരിക്കും ആ മഹാപാപി? ആരാണ് ആ മഹാപാപി? അദ്ദേഹമാണ് രത്നാകരൻ. രത്നാകരൻ ആരാണ്? കശ്യപൻ്റെയും അതിഥിയുടെയും പുത്രനാണ് പ്രചേതസ്. പ്രചേതസിൻ്റെ പുത്രനാണ് രത്നാകരൻ. അങ്ങനെ ച്യവന മഹർഷിയുടെ പൗത്രൻ രത്നാകരൻ ആ വനത്തിൽ മോഷണവൃത്തി ചെയ്ത് ജീവിക്കുകയായിരുന്നു. ബ്രഹ്മാവും നാരദനും സന്യാസിമാരായി രത്നാകരൻ്റെ വനത്തിൽ എത്തിച്ചേരുകയും ബ്രഹ്മാവിന് രത്നാകരനോട് വളരെയധികം ദയ തോന്നുകയും ചെയ്തു. അവിടെ ആ വഴിയിൽ ആരുമില്ല. രത്നാകരൻ ഉയർന്ന മരത്തിന്മേലേറി 4 ദിക്കും അരിച്ചു പെറുക്കി നോക്കുകയാണ്. 2 സന്യാസിമാരെ അയാൾ കണ്ടു. അവരെ വധിച്ചാൽ അവരുടെ വസ്തുക്കൾ കിട്ടും. അങ്ങനെ ഓർത്തുകൊണ്ട് ഇരുമ്പ് വടിയുമായി രത്നാകരൻ അവരുടെ നേരെ ഓടി വന്നു. ബ്രഹ്മാവിൻ്റെ പ്രഭാവത്താൽ ആ ഇരുമ്പുവടി അനങ്ങാതെ അവൻ്റെ കയ്യിൽ തന്നെ സ്തംഭിച്ച് നിന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഇവരെ തല്ലാൻ കഴിയാത്തത് എന്നോർത്ത് പകച്ചു നിൽക്കുന്ന രത്നാകരനോട് ബ്രഹ്മാവ് ചോദിക്കുകയാണ്, മകനെ, നീ ആരാണ്? ഉടനെ രത്നാകരൻ പറയുകയാണ്, എന്നെ നിങ്ങൾക്ക് അറിയുകയില്ല. നിങ്ങളെ വധിച്ച് നിങ്ങളുടെ വസ്ത്രം കവർന്നെടുക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ബ്രഹ്മദേവൻ ചോദിക്കുകയാണ്, എന്നെ വധിച്ചാൽ എന്തു കിട്ടാനാണ്? നീ ഇപ്പോൾ തന്നെ എത്രമാത്രം പാപം ചെയ്തു? 100 ശത്രുക്കളെ കൊന്നാലുണ്ടാകുന്ന പാപം ഒരു പശുവിനെ കൊന്നാൽ ഉണ്ടാകും. 100 പശുക്കളെ കൊന്നാലുണ്ടാകുന്ന പാപം ഒരു സ്ത്രീയെ വധിച്ചാൽ ഉണ്ടാകും. 100 സ്ത്രീകളെ കൊന്നാലുണ്ടാകുന്ന പാപം ഒരു ബ്രാഹ്മണനെ വധിച്ചാൽ ഉണ്ടാകും. 100 ബ്രാഹ്മണനെ വധിക്കുന്ന പാപം
ഒരു ബ്രഹ്മചാരിയെ വധിച്ചാൽ ഉണ്ടാകും. ഒരു സന്യാസിയെ വധിച്ചാൽ ഉണ്ടാകുന്ന പാപത്തിന് കണക്കുപോലും പറയാൻ സാധിക്കുകയില്ല. സന്യാസി നടക്കുന്ന വഴി വാരണാസി പോലെ വിശുദ്ധമായിരിക്കും. ആ സന്യാസിയെ കൊല്ലാൻ നിനക്ക് മനസ്സ് വരുന്നുണ്ടെങ്കിൽ പറയ്, നീ എത്രയെത്ര പാപം ചെയ്തിട്ടുണ്ടാകും. അത് കേട്ടപ്പോൾ രത്നാകരൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇതുപോലെ എത്ര സന്യാസിമാരെ ഞാൻ കൊന്നിട്ടുണ്ട്, എത്ര പേരുടെ മുതൽ ഞാൻ കൊള്ളയടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറയുകയാണ്, എന്നെ വിടില്ല എന്ന് തീർച്ചയാണെങ്കിൽ നല്ല ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നീ എന്നെ കൊല്ലണം. മണം പിടിച്ച് ശവം തിന്നുവാനായി ഉറുമ്പും ഈച്ചയും പുഴുവും ഒന്നും വരാത്ത ഇടത്തു വേണം എന്നെ കൊണ്ടുപോയി കൊന്ന് ഇടുവാനായിട്ട്. എൻ്റെ ശരീരം താഴെ വീഴുമ്പോൾ എത്രയെത്ര ഉറുമ്പുകൾ ചതഞ്ഞ് ചത്തുപോകും. ആർക്കു വേണ്ടിയിട്ടാണ് മകനെ നീ ഈ പാപമൊക്കെ ചെയ്യുന്നത്? ആരൊക്കെ ഈ പാപത്തിൽ പങ്കുപറ്റും? ഇങ്ങനെ ചോദിച്ചപ്പോൾ രത്നാകരൻ പറയുകയാണ്, ഈ ധനം കൊണ്ടാണ് ഞാനും അച്ഛനും അമ്മയും ഭാര്യയും ജീവിക്കുന്നത്. എനിക്കെന്തു കിട്ടിയാലും ഞങ്ങൾ 4 പേരും കൂടിയാണ് അനുഭവിക്കുന്നത്. പാപവും ഞങ്ങൾ 4 പേരും കൂടി അനുഭവിക്കും. ഇത് കേട്ടപ്പോൾ ബ്രഹ്മദേവൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതെങ്ങനെയാണ് നിന്റെ പാപത്തിൽ അവർ പങ്കുപറ്റുന്നത്? പാപത്തിന് അവനവൻ തന്നെയാണ് ഉത്തരവാദി. നീ വീട്ടിൽ ചെന്ന് ചോദിച്ചിട്ട് വരൂ, അവരൊക്കെ നിന്റെ പാപത്തിൽ പങ്കുപറ്റുമോ എന്ന്. വന്നിട്ട് തീർച്ചയായും നിനക്കെന്നെ കൊല്ലാം. ഞാൻ ഈ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഇരുന്നു കൊള്ളാം. ഇത് കേട്ടപ്പോൾ രത്നാകരൻ പറയുകയാണ്, ഇതൊക്കെ ഓടി രക്ഷപ്പെടാനുള്ള ഒരു വിദ്യയല്ലേ? ഉടനെ ബ്രഹ്മദേവൻ പറയുകയാണ്, ഇല്ല, സത്യമായും ഞാൻ ഓടിപ്പോവുകയില്ല. നീ ചെന്ന് നിന്റെ വീട്ടിലുള്ള ആളുകളോട് ചോദിച്ചിട്ട് വരൂ. ഇത് കേട്ടപ്പോൾ രത്നാകരൻ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. ഹരേ കൃഷ്ണ. ഇവിടെ ബ്രഹ്മദേവനാണ് രത്നാകരനോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പല പുസ്തകങ്ങളിലും പല രാമായണങ്ങളിലും പലതാണ് എഴുതിയിരിക്കുന്നത്. ബ്രഹ്മദേവൻ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്, നാരദരാണ് ഇപ്രകാരം ചോദിച്ചത് എന്ന് പറയുന്നുണ്ട്, ഇനി സപ്തർഷികളാണ് ചോദിച്ചത് എന്നും പറയുന്നുണ്ട്. എന്തായാലും രത്നാകരനോട് ഇപ്രകാരം ചോദിച്ചിരിക്കുന്നു. അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുക. പുസ്തകങ്ങൾ, അതായത് രാമായണം, ഭാരതത്തിൽ ഒരുപാട് രാമായണങ്ങളുണ്ട്. കമ്പരാമായണം, കൃത്തിവാസ രാമായണം, അതുപോലെ തുളസീദാസ രാമായണം, വാൽമീകി രാമായണം, അധ്യാത്മരാമായണം, ഇങ്ങനെ ധാരാളം രാമായണങ്ങൾ ഓരോ പ്രദേശത്തും പ്രചാരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വ്യാഖ്യാനങ്ങൾ, ഓരോ ഗ്രന്ഥകർത്താക്കളുടെ വ്യാഖ്യാനങ്ങൾ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ടാകും. വാൽമീകി രാമായണത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ഞാൻ. അതിൻ്റെ ശരിയായ പതിപ്പ് കിട്ടാനുള്ള അന്വേഷണത്തിലാണ്. അത് കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് എന്താണ് വാൽമീകി രാമായണത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. പകർപ്പുകൾ കിട്ടുന്നുണ്ട്, പക്ഷേ അതിലത്ര ആധികാരികത ഉണ്ടോ എന്ന് എനിക്കറിയാത്തത് കൊണ്ടാണ് അതിലുള്ള കാര്യം ഞാനിപ്പോൾ പറയാത്തത്. കൃത്യമായും അത് ലഭിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും അടുത്ത കർക്കിടകത്തിന് മുമ്പ് നമുക്ക് വാൽമീകി രാമായണത്തിൻ്റെ പകർപ്പ് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താണ് വാൽമീകി എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. ഓരോ പുസ്തകങ്ങളിലും ഓരോന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ചെറുപ്രായത്തിൽ സപ്തർഷികളാണ് ഇങ്ങനെ ചോദിച്ചത് എന്നാണ് എനിക്ക് എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്നത്. പിന്നീട്
പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നാരദരെ എന്ന് കണ്ടു, ബ്രഹ്മദേവനെന്നും കണ്ടു. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെയൊരു സംഭാഷണം അവിടെ നടന്നിട്ടുണ്ട്. ആ സംഭാഷണത്തിൽ ബ്രഹ്മാവും നാരദരുമുണ്ട്. കാരണം ഇവർ രണ്ടുപേരും കൂടിയാണ് മഹേശ്വരനെ കാണാനായിട്ട് പോയത്. പിന്നീട് രാമായണം എഴുതണം എന്ന് നിർബന്ധപൂർവം പറയുന്നതും നാരദരാണ്. ബ്രഹ്മദേവൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം. അങ്ങനെ രത്നാകരൻ എവിടെ എത്തിച്ചേരുന്നു? അച്ഛൻ്റെ അടുത്ത് എത്തിച്ചേരുന്നു. എന്നിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, എത്രയോ മനുഷ്യരെ വധിച്ചാണ് ഞാൻ നമുക്ക് ജീവിക്കുവാൻ ധനം കൊണ്ടുവരുന്നത്. എൻ്റെ പാപത്തിൽ അച്ഛൻ പങ്കുപറ്റുമോ എന്ന് ചോദിക്കുകയാണ് ആ മകൻ അച്ഛനോട്. അച്ഛൻ പറഞ്ഞു, നിന്നോട് ആരാണ് ഈ വിഡ്ഢിത്തം പറഞ്ഞത്? ഏതെങ്കിലും ശാസ്ത്രത്തിൽ കേട്ടിട്ടുണ്ടോ മകൻ്റെ പാപത്തിൽ അച്ഛൻ പങ്കുപറ്റും എന്ന്? ചിലപ്പോൾ പുത്രൻ പിതാവാകും, പിതാവ് പുത്രനുമാകും. നീ ബാലനായിരുന്നപ്പോൾ ഞാൻ അച്ഛനായിരുന്നു, ഇപ്പോൾ ഞാൻ വൃദ്ധനായി. അതിനാൽ തന്നെ ബാലകൻ്റെ അവസ്ഥയിലാണ്. ഇപ്പോൾ നീ എൻ്റെ പിതാവാണ്. കുട്ടിയായിരുന്നപ്പോൾ ഞാൻ എത്ര പാടുപെട്ടാണ് നിന്നെ വളർത്തിയത്. അന്നു ഞാൻ ചെയ്ത പാപങ്ങൾക്കൊന്നും നീ കണക്കു പറയേണ്ടതില്ല. അതിൽ നിനക്ക് യാതൊരു പങ്കുമില്ല. ഇപ്പോൾ എന്നെ സംരക്ഷിക്കുന്നത് നീയാണ്. ആ നിലയിൽ നീ പിതാവിന് തുല്യമാണ്. നീ അതുകൊണ്ട് തന്നെ എന്തു പാപം ചെയ്താലും അതിൽ എനിക്ക് യാതൊരു പങ്കും ഇല്ല. ഇങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ തല കുമ്പിട്ട് കരഞ്ഞുകൊണ്ട് രത്നാകരൻ അമ്മയുടെ അടുത്ത് എത്തിച്ചേർന്നു. അമ്മേ, എന്നോട് സത്യം പറയണം, എൻ്റെ പാപത്തിൽ അമ്മ പങ്കുചേരില്ലേ? അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. ദേഷ്യത്തോടു കൂടിയാണ് അമ്മ മറുപടി പറഞ്ഞത്, ഞാൻ നിന്നെ 10 മാസം വയറ്റിലിട്ട് ചുമന്നതിൻ്റെ ഒരു ദിവസത്തെ കടം പോലും മകനായി നീ വീട്ടിയിട്ടില്ല. മകനെ, നിന്റെ പാപത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. അമ്മയും കൂടി ഇങ്ങനെ പറഞ്ഞപ്പോൾ വളരെയധികം ദുഃഖത്തോടു കൂടി രത്നാകരൻ പത്നിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവളെ, സത്യം പറയൂ, നീ എൻ്റെ പാപത്തിൽ പങ്കാളിയാകുമോ? ഉടനെ ഭാര്യ പറയുകയാണ്, എല്ലാ ഗുണങ്ങളും തികഞ്ഞ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയട്ടെ, ദൈവം എന്നെ നിങ്ങളുടെ ഭാര്യയായി സൃഷ്ടിച്ചു. മറ്റു പാപങ്ങളിലൊക്കെ പങ്കുണ്ട്, പക്ഷേ ഇതിൽ ഇല്ല. എന്നെ സ്വീകരിച്ചതു മുതൽ എല്ലാ പുണ്യങ്ങളും നമ്മൾ കൂട്ടായി നേടുന്നു. എന്നാൽ എന്നെ സംരക്ഷിക്കുന്നതിനായി നിങ്ങൾ ചെയ്യുന്ന പാപത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. മനുഷ്യരെ കൊല്ലാൻ നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങളാണ് എന്നെ സംരക്ഷിക്കുന്നത് എന്ന് എനിക്കറിയാം. അതിലപ്പുറം ഞാൻ എന്തിനാണ് മറ്റുള്ള കാര്യങ്ങൾ അറിയുന്നത്? ഭാര്യയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കൂടി കേട്ടപ്പോൾ രത്നാകരൻ ഭയന്നു വിറച്ചു. ഞാൻ ഈ പാപക്കടൽ എങ്ങനെ കടക്കും? പാപത്തിൽ മുങ്ങിയ എനിക്ക് ഗതി കിട്ടുമോ? എന്തൊരു വിധിയാണ് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുമ്പ് വടികൊണ്ട് സ്വയം തലയ്ക്കടിച്ചു രത്നാകരൻ. ബോധം കെട്ട് രത്നാകരൻ നിലം പതിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധം വന്നു. ഉടനെ തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് ആ മുനിപുത്രൻ വിചാരിക്കുകയാണ്, ആ മഹാത്മാക്കൾ കൃപയോടെ എന്നെ അനുവദിക്കുമെങ്കിൽ അവരുടെ അടുത്തു ചെന്ന് ഇക്കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ രത്നാകരൻ ബ്രഹ്മദേവന്റെയും നാരദരുടെയും അടുത്ത് എത്തിച്ചേർന്നു. എന്നിട്ട് അവരുടെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, ഞാൻ എല്ലാവരോടും ചോദിച്ചു എൻ്റെ പാപത്തിൽ ആരെങ്കിലും പങ്കുപറ്റുമോ എന്ന്, പക്ഷേ അവരാരും ഏറ്റില്ല. അവിടുന്ന് കനിഞ്ഞ് എനിക്ക് ദിവ്യമായ അറിവ് നൽകി. ഈ പാപങ്ങളിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ രത്നാകരനോട് പറയുകയാണ്, നീ ചെന്ന്
ഈ സരസിൽ, ഈ നദിയിൽ കുളിച്ചിട്ട് വരൂ. അത് കേട്ട് രത്നാകരൻ പൊയ്കയുടെ തീരത്തു ചെന്നു. അപ്പോൾ വെള്ളം ആവിയായിപ്പോയി. ആ സരോവരം വറ്റിപ്പോയി. മീനുകൾ ചത്തുപോയി. ഇത് കണ്ട് അത്ഭുതത്തോടു കൂടി രത്നാകരൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, നല്ല ആഴത്തിൽ വെള്ളമുണ്ടായിരുന്ന പൊയ്കയിലെ ജലം എൻ്റെ ദൃഷ്ടി പതിച്ചപ്പോൾ വറ്റിപ്പോയി. രത്നാകരൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ നാരദരും ബ്രഹ്മദേവനും പരസ്പരം പറഞ്ഞു, ഇത്ര വലിയ പാപം ചെയ്ത ഇവനെ നമ്മൾ എങ്ങനെ രക്ഷിക്കും? ബ്രഹ്മാവ് കമണ്ഡലുവിൽ നിന്ന് തീർത്ഥജലം എടുത്ത് അവൻ്റെ ശിരസിൽ തളിച്ചു. നാരദര് അവനെ അടുത്തിരുത്തി അവൻ്റെ കാതിൽ മഹാമന്ത്രം പറഞ്ഞു കൊടുത്തു. നാരദര് പറയുകയാണ്, ഒരു പ്രാവശ്യം വായ തുറന്ന് രാമനാമം ജപിക്കൂ. ഹരേ കൃഷ്ണ. ഇവിടെ നാരദരാണ് ഈ നാമം പറയുന്നത്. ഒരു പ്രാവശ്യം വായ തുറന്ന് രാമനാമം ജപിക്കൂ എന്ന് ബ്രഹ്മർഷി നാരദൻ രത്നാകരനോട് പറയുകയാണ്. പാപം കൊണ്ട് കനം പിടിച്ച ജഡമായ നാവിന് രാമ എന്ന് പറയുവാൻ കഴിഞ്ഞില്ല. അവൻ പറഞ്ഞു, ആ വാക്ക് എൻ്റെ വായിൽ വരുന്നില്ല. അത് കേട്ടപ്പോൾ ബ്രഹ്മദേവൻ ചിന്തിച്ചു, ഇവനെ കൊണ്ട് എങ്ങനെ രാമനാമം ജപിപ്പിക്കും? മാ എന്ന അക്ഷരം ആദ്യവും രാ എന്ന അക്ഷരം രണ്ടാമതും പറയിക്കാം. അപ്പോൾ ഈ പാപിയുടെ മുഖത്തു നിന്നും രാമനാമം പിറക്കും. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് രത്നാകരൻ എന്ന കാട്ടാളനെ കൊണ്ട് മര മര എന്ന് പറയിപ്പിച്ചു. അങ്ങനെ പലതവണ ആവർത്തിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് രാമനാമം ഉണ്ടായി. മരത്തിൻ്റെ മുകളിൽ ഉണങ്ങിയ ചില്ല ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബ്രഹ്മാവ് അതെന്ത് എന്ന് ചോദിച്ചപ്പോൾ മര മര എന്ന് വളരെ കഷ്ടപ്പെട്ട് പറഞ്ഞപ്പോൾ അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടുകയും ചെയ്തു. പഞ്ഞി തീയിൽ കത്തുന്നത് പോലെ എല്ലാ പാപവും ഒന്നിച്ച് നശിച്ചു. രത്നാകരനെ പോലെ ഒരു പാപി ഇല്ലായിരുന്നു. രാമനാമത്താൽ അവൻ മുക്തനായി. രാമനാമത്തിൻ്റെ മഹത്വം കണ്ട് ബ്രഹ്മാവ് പോലും പകച്ചുപോയി. ബ്രഹ്മാവ് പറയുകയാണ്, മഹർഷി, ഈ പറഞ്ഞത് കള്ളമല്ല. ഇത് ശിവന്റെ വചനമാണ്. രാമനാമം നേടിയ രത്നാകരൻ അതേ മന്ത്രം ജപിച്ചുകൊണ്ട് അതേ ഇരുപ്പിൽ 6000 വർഷം ഇരുന്നു. ചിതൽപുറ്റ് വന്നു മൂടി. ചിതലുകൾ രത്നാകരൻ്റെ മാംസമെല്ലാം തിന്നു തീർത്തു. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ അസ്ഥികൂടമാക്കി മാറ്റി. ചിതൽപുറ്റിനുമേൽ പുല്ലുകളും മുള്ളും കിളിർത്തു. ആ ചിതൽപുറ്റിലിരുന്നു കൊണ്ട് രത്നാകരൻ രാമനാമം ജപിച്ചു. 6000 വർഷം ബ്രഹ്മാവിൻ്റെ ഒരു നിമിഷമാണ്. ബ്രഹ്മാവ് വീണ്ടും അവിടെ എത്തിച്ചേർന്നു. 4 പാടും നോക്കി, ആരെയും കാണുന്നില്ല. രാമനാമം കേൾക്കുന്നുണ്ട്. ഇതിനുള്ളിൽ രത്നാകരനുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ബ്രഹ്മാവ് ദേവേന്ദ്രന് കൽപ്പന കൊടുത്തു, 6 ദിവസം ഈ ചിതൽപുറ്റിനുമേൽ നിലയ്ക്കാതെ മഴ പെയ്യട്ടെ. പുറ്റുമണ്ണ് മഴയത്ത് ഒലിച്ചുപോയി. ദിവ്യസ്വരൂപനായ ഒരു മനുഷ്യൻ അതാ ആ ചിതൽപുറ്റിനകത്ത് ഇരിക്കുന്നു. ബ്രഹ്മാവ് പറയുകയാണ്, അല്ലയോ പുത്ര, നീ രാമനാമം മൂലം മുക്തി നേടിയിരിക്കുന്നു. നിന്റെ പേര് രത്നാകരൻ എന്നായിരുന്നു. ഇന്നു മുതൽ വാൽമീകി എന്നായിരിക്കും നീ അറിയപ്പെടുന്നത്. വാൽമീകത്തിൽ നിന്നും പിറന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് നാം നിനക്ക് നൽകിയത്. നീ
7 കാണ്ഡമായി രാമപുരാണം രചിക്കുക. ആ രാമനാമം കൊണ്ടാണ് നിനക്ക് മുക്തി കിട്ടിയത്. ഇങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ കൈകൂപ്പിക്കൊണ്ട് വാൽമീകി പറയുകയാണ്, ഗ്രന്ഥം എങ്ങനെയിരിക്കും? എന്താണ് പുരാണം? എനിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. എന്താണ് കവിത? എന്താണ് വൃത്തം? എനിക്ക് പറഞ്ഞു തരൂ എന്ന് രത്നാകരൻ എന്ന വാൽമീകി ബ്രഹ്മദേവനോട് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് സരസ്വതീ ദേവിയെ സ്മരിച്ചു. നിന്റെ നാവിൽ സരസ്വതി എഴുന്നള്ളും, നിന്റെ മുഖത്തു നിന്നും കവിത ഉണ്ടാകും, ഛന്ദസ്സുള്ള ശ്ലോകമായി നീ പുരാണം എഴുതും. രാമചന്ദ്രൻ ജനിച്ചു. ഇതൊക്കെ സത്യമാകും. ഇങ്ങനെ ബ്രഹ്മദേവൻ പറഞ്ഞിട്ട് ബ്രഹ്മാവ് ബ്രഹ്മലോകത്തിലേക്ക് പോയി. ആ വാൽമീകി ഒരിക്കൽ നദീതീരത്ത് മരച്ചുവട്ടിൽ ഇരുന്ന് രാമനാമം ജപിക്കുകയായിരുന്നു. ഒരു ക്രൗഞ്ചവും ഒരു ക്രൗഞ്ചിയും ആ മരത്തിൻ്റെ കൊമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവ രണ്ടും ശൃംഗാരത്തിൽ മുഴുകി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വേടൻ ആ ക്രൗഞ്ചിയെ എയ്ത് വീഴ്ത്തി. അത് വന്ന് വാൽമീകിയുടെ മടിയിലേക്കാണ് വീണത്. രാമനെ സ്മരിച്ചുകൊണ്ട് വാൽമീകി ചെവി പൊത്തി. എൻ്റെ മുമ്പിൽ വെച്ച് ഈ പാപി ശൃംഗാര കേളിയിലിരുന്ന ഒരു ജീവനെ നശിപ്പിച്ചല്ലോ. കൊടും പാപി, നീ നരകത്തിൽ പതിക്കും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുനി ശപിച്ചു. പക്ഷിയെ ഓർത്തുള്ള ശ്ലോകത്താൽ മുഖത്തു നിന്നും ഒരു ശ്ലോകം പ്രവഹിച്ചു. ആ ശ്ലോകം ഇങ്ങനെയായിരുന്നു: മാം നിഷാദ പ്രതിഷ്ഠാം ത്വമഗമഃ ശാശ്വതീഹ സമാഹ യത് ക്രൗഞ്ച മിഥുനാദേകം അവധീഹി കാമ മോഹിതം. ഇതായിരുന്നു വാൽമീകി മഹർഷിയുടെ ആദ്യത്തെ ശ്ലോകം. അദ്ദേഹം ആദ്യമായി എഴുതിയത് രാമായണമല്ല. പക്ഷി മരിച്ചതിൻ്റെ ദുഃഖം മൂലം വാൽമീകിയുടെ മുഖത്തു നിന്നും സ്വയം ഉണ്ടായ ശ്ലോകമാണ് ഇത്. വാൽമീകിക്ക് പക്ഷേ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. വാൽമീകി ധ്യാനിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ബ്രഹ്മദേവൻ നിയോഗിച്ചതനുസരിച്ച് നാരദൻ എത്തിച്ചേർന്നു. നാരദനെ കണ്ട് വാൽമീകി എഴുന്നേറ്റു, നാരദരെ പൂജിച്ചു. അതിനുശേഷം താൻ എഴുതിയ ശ്ലോകം ചൊല്ലിക്കേൾപ്പിച്ചു. അപ്പോൾ നാരദർ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞുകൊടുത്തു. എന്താണ് അർത്ഥം? അല്ലയോ വേട്ടക്കാരാ, നീ ജീവിതകാലം മുഴുവനും പശ്ചാത്തപിച്ച് കഷ്ടപ്പെടട്ടെ. വിശ്രമമോ പ്രശസ്തിയോ കണ്ടെത്തരുത്. കാരണം അർപ്പണബോധമുള്ള സ്നേഹനിധിയായ ക്രൗഞ്ച ദമ്പതികളിൽ ഒരാളെയാണ് നീ കൊന്നത്. ഇങ്ങനെ നാരദൻ അതിൻ്റെ അർത്ഥം പറഞ്ഞുകൊടുത്തു. അതിനുശേഷം നാരദർ വാൽമീകിയോട് പറയുകയാണ്, അങ്ങ് ഇതേ വൃത്തത്തിൽ രാമായണം രചിക്കണം. അങ്ങ് ഉപദേശം സ്വീകരിക്കുവാൻ അർഹനാണ്. ഞാൻ ഉപദേശം നൽകാം എന്ന് നാരദർ പറഞ്ഞിട്ട് നാരദർ ഇപ്രകാരം വാൽമീകിയോട് പറയുകയാണ്: സൂര്യവംശത്തിൽ ദശരഥൻ എന്ന രാജാവിന് പുത്രനായി രാവണനെ വധിക്കുവാൻ ലക്ഷ്മീപതി ജനിക്കും. രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ ഇവർ 4 പേരും 3 ഗർഭത്തിലാണ് ജനിക്കുന്നത്. ജനകഭവനത്തിൽ സീതാദേവി പിറക്കും. ചാപഭഞ്ജനം എന്ന വീര്യപരീക്ഷ നടത്തി അതിൽ വിജയിച്ച് സീതാസ്വയംവരം നടക്കും. അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് രാമൻ വനത്തിലേക്ക് പോകും. സീതയും ലക്ഷ്മണനും രാമനെ അനുഗമിക്കും. രാവണൻ സീതയെ അപഹരിക്കും. രാമൻ സുഗ്രീവനുമായി കൂട്ടുകൂടും. ബാലിയെ വധിക്കും. രാജ്യം സുഗ്രീവന് നൽകും. സുഗ്രീവൻ സീതയെ കണ്ടെത്താൻ സഹായിക്കും. 10 തലയും 20 കൈകളുമുള്ള രാവണനെ വധിക്കുകയും നാരായണൻ അയോധ്യാപതി ആയിത്തീരുകയും ചെയ്യും. അഗസ്ത്യൻ കൽപ്പിച്ച്
ദിഗ്വിജയം നടക്കും. മഹാശയൻ വീണ്ടും സീതാദേവിയെ ഉപേക്ഷിക്കും. 5 മാസം ഗർഭമുള്ള സീതയെ ലക്ഷ്മണൻ രഹസ്യമായി തപോവനത്തിൽ കൊണ്ടുചെന്നാക്കും. സീതയ്ക്ക് കുശൻ, ലവൻ എന്ന് 2 പുത്രന്മാർ ജനിക്കും. അങ്ങ് അവരെ രാമായണം പഠിപ്പിക്കും. 11,000 വർഷം ഭൂമിയെ ഭരിച്ചിട്ട് മക്കളെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് രാമൻ സ്വർഗാരോഹണം ചെയ്യും. ഇത്രയും കഥ നാരദമുനി വാൽമീകിയെ ഉപദേശിച്ചിട്ട് കാവ്യം രചിക്കുവാൻ ആജ്ഞാപിച്ചിട്ട് നാരദർ സ്വർഗലോകത്തിലേക്ക് മടങ്ങിപ്പോയി. ഹരേ കൃഷ്ണ. അങ്ങനെ നാരദരുടെ ഉപദേശപ്രകാരം വാൽമീകി രാമായണം രചിക്കുകയാണ്. വാൽമീകി ആദ്യമായി രചിച്ച കാവ്യം മാനുഷാദ എന്ന് തുടങ്ങുന്ന ആ കാവ്യമാണ്. ആ കാവ്യം എങ്ങനെ ഉണ്ടായി, അതിൻ്റെ സന്ദർഭം എന്താണ് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നിങ്ങളത് മനസ്സിലാക്കുക. അതിനുശേഷമാണ് ആ വൃത്തത്തിൽ രാമായണം വാൽമീകി നാരദൻ്റെ ഉപദേശപ്രകാരം രചിച്ചത്. നിങ്ങൾക്ക് ആദികാണ്ഡം, അതായത് ബാലകാണ്ഡത്തിൻ്റെ മുമ്പിലുള്ള ഭാഗം, അതായത് രാമായണം എന്ന കഥ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അല്പസ്വല്പം വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്നും ഞാനിപ്പോൾ പറഞ്ഞത് ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചുകൊള്ളുക. ഇങ്ങനെയും ചില വ്യത്യാസങ്ങൾ കഥാഭാഗത്തിലുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഗ്രന്ഥകർത്താക്കൾ എഴുതി വന്നപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വന്നു എന്നുള്ളത് സ്വാഭാവികം. പക്ഷേ കഥയുടെ അടിസ്ഥാനം എന്താണ്? രാമനാണ്. രാവണനെ വധിച്ച് ഭൂമിയിൽ സമാധാനം നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനം. അതുമാത്രമല്ല, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, ഒരു പുത്രൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു പിതാവ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ് രാമൻ്റെ ജീവചരിത്രത്തിലൂടെ. അതാണ് പ്രധാനമായും നമ്മൾ ഓർക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നമുക്ക് അടുത്ത ദിവസം മുതൽ, അതായത് കർക്കിടകം 1-ാം തീയതി മുതൽ നമുക്ക് രാമായണം എന്ന കഥാഭാഗത്തിലേക്ക് കടക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക. കർക്കിടകം 1 മുതൽ എല്ലാ ദിവസവും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നമുക്ക് രാമായണം കഥകൾ ഇടാം. അപ്പോഴേക്കും നിങ്ങളുടെ നാമജപം ഒക്കെ കഴിയും. അതിനുശേഷം ഓരോ ദിവസവും നിങ്ങൾ അതാത് ദിവസത്തെ കഥ കേട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായി നിങ്ങളോട് പറയാനുള്ളത്. കഥാശ്രവണം തീർച്ചയായും അത് ഐശ്വര്യദായകം തന്നെയാണ് എന്ന് വിശ്വസിക്കുക. നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.